വിവരമില്ലായ്മ വിളിച്ച് പറയരുത്. പ്രതി വരുമ്പോൾ ഒരു ജഡ്ജി എഴുന്നേറ്റ് നിൽക്കാന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? കോടതി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സാധാരണക്കാരനെന്നല്ല, പാവപ്പെട്ടവനെന്നല്ല, പണക്കാരനെന്നല്ല, നാടക നടനെന്നല്ല, സിനിമാ നടനെന്നല്ല, ഏതൊരു വ്യക്തിക്കും നീതി ലഭിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. വിമർശനങ്ങൾ ഉണ്ടാവാം, എന്നാൽ പോലും ഏതൊരു വ്യക്തിയുടെയും അവസാന ആശ്രയം എന്ന് പറയുന്നത് കോടതി തന്നെയാണ്. കോടതി ചെല്ലുമ്പോൾ പാലിക്കേണ്ട ആചാര മര്യാദകളിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് മൊബൈൽ ഫോൺ സൈലൻ്റ് ആക്കി വെക്കുക എന്നുള്ളതാണ്. കോടതി ചെന്നിട്ട് മൊബൈൽ റിങ് അടിച്ചു കഴിഞ്ഞാൽ ജുഡീഷ്യൽ ഓഫീസർ ആ മൊബൈൽ പിടിച്ചു വാങ്ങിച്ച് വയ്ക്കുകയും ഫൈൻ അടയ്ക്കുകയും വരെ ചെയ്യാവുന്ന സാഹചര്യങ്ങളാണുള്ളത്. കോടതി ചെന്നിട്ട് എതിർകക്ഷി നിൽക്കും, അവൻ്റെ വിഷമവും സങ്കടവും ഒക്കെ വീഡിയോയിൽ പകർത്താമെന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് വീഡിയോ ഒന്നും പകർത്തി കളയരുത്. കോടതി നടപടികളൊന്നും തന്നെ കോടതിയുടെ പെർമിഷൻ ഇല്ലാതെ വീഡിയോയിൽ പകർത്താനോ പ്രചരിപ്പിക്കാനോ പാടില്ല. പോലീസ് കോടതിയിൽ ഫയൽ ചെയ്ത ഒരു ക്രിമിനൽ കേസിൻ്റെ ഭാഗമായിട്ട് വാദിയായിട്ടോ സാക്ഷിയായിട്ടാണോ അവിടെ ചെല്ലുന്നതെങ്കിൽ ആ കോടതിയിലെ പബ്ലിക് പ്രോസിക്യൂട്ടറുമായി നേരത്തെ ബന്ധപ്പെട്ട് കേസിൻ്റെ വിശദാംശങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ കോടതിയിൽ ഒരു മൊഴി കൊടുക്കാനായിട്ടാണ് ചെല്ലുന്നതെങ്കിൽ കേസ് വിളിച്ചുടനെ ചാടിക്കയറി സാക്ഷിക്കുട്ടിലോട്ട് ചെല്ലരുത്. കോടതിയുടെ മുമ്പിലോട്ട് ചെല്ലുക. കോടതിയുടെയോ അല്ലെങ്കിൽ കോടതി സ്റ്റാഫിൻ്റെയോ നിർദ്ദേശം അനുസരിച്ച് മാത്രമേ സാക്ഷിക്കുട്ടിലോട്ട് കയറി നിൽക്കാവൂ. ആദ്യമേ ചെന്നുടനെ തന്നെ വാദികളും സാക്ഷികളും നിൽക്കുന്ന സ്ഥലം ഏതാണെന്നും അവർ ഏതിലൂടെ കടന്നു പോകണമെന്നും ഏതിലൂടെ തിരിച്ചിറങ്ങി വരണമെന്നൊക്കെയുള്ള ഒരു സാമാന്യ ബോധം അവിടെ നിന്ന് കോടതി സ്റ്റാഫിനോടോ മറ്റോ ചോദിച്ച് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. കോടതിയുടെ മുമ്പിൽ പുറംതിരിഞ്ഞ് നിൽക്കുകയോ തലങ്ങും വിലങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടും കോടതി ക്രോസ് ചെയ്ത് നടക്കുകയോ ചെയ്യരുത്. കോടതി നടപടിയെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ലാതെ കോടതി പോയിട്ട് വെളിയിറങ്ങി വന്ന് വല്ല പത്രക്കാരൻ വല്ല ചോദ്യങ്ങളും ചോദിച്ചു കഴിഞ്ഞാൽ വിവരമില്ലായ്മ വിളിച്ച് പറയരുത്. പ്രതി വരുമ്പോൾ ഒരു ജഡ്ജി എഴുന്നേറ്റ് നിൽക്കാന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? അത്ര ബഹുമാനത്താണ് ജഡ്ജി എന്നെ വിധി പറയുന്നതും കേസ് നടത്തുന്നതും. ഇവിടെ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോടതി കൂടുമ്പോഴും ഇറങ്ങുമ്പോഴും കോടതി, അതായത് ജുഡീഷ്യൽ ഓഫീസർ എഴുന്നേറ്റ് നിന്ന് അവിടെയുള്ളവരെ തൊഴുതുകൊണ്ട് അഭിസംബോധന ചെയ്യും. അത് വക്കീലന്മാരും കോടതി സ്റ്റാഫുകളും കക്ഷികളൊക്കെ തിരിച്ചും അവർ എഴുന്നേറ്റ് നിന്ന് തന്നെയാണ് അഭിവാദനം ചെയ്യുന്നത്. സിനിമാ നടൻ ദിലീപിൻ്റെ കേസിൽ ദിലീപ് ആ കോടതിയിലോട്ട് അകത്തോട്ട് കയറിയ സമയത്തായിരിക്കണം ജുഡീഷ്യൽ ഓഫീസർ എണീറ്റ് എല്ലാവരെയും അഭിവാദനം ചെയ്തത്. ഇത് കണ്ടുകൊണ്ടുവന്ന ഈ ചേട്ടൻ വെളിയിറങ്ങി വന്ന് പറഞ്ഞു ദിലീപിനെ കണ്ട് ജഡ്ജി ചാടി എണീറ്റെന്ന്. സംഭവിച്ചതോ?